മക്കളെ, ഈ ഒരു ചോദ്യം നമ്മൾ ക്രിസ്മസ് എക്സാമിന് ചോദിച്ച ഒരു ടഫ് ചോദ്യമാണ്. പക്ഷേ ഇത് വളരെ സിമ്പിളാണ്. നോക്കുക, ആദ്യത്തെ ഒരു ഇക്വേഷൻ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇവിടെ എക്സ് സ്ക്വയറും വൈ സ്ക്വയറും അതിനിടയിൽ മൈനസ് ആണ്. എല്ലാവരും എപ്പോഴും ഓർത്തിരുന്നോണം, എക്സ് സ്ക്വയറിൻ്റെയും വൈ സ്ക്വയറിൻ്റെയും ഇടയിൽ മൈനസ് ആണ് എങ്കിൽ അത് ഏത് ഷേപ്പായിരിക്കും? വെരി വെരി ഇമ്പോർട്ടൻറ്റ്, അത് ഹൈപ്പർബോളയായിരിക്കും. ഇതാ നമ്മുടെ താഴത്തെ ആൾ, ഹൈപ്പർബോളയായിരിക്കും. ഇനിയും എക്സ് സ്ക്വയറും വൈ സ്ക്വയറിൻ്റെയും ഇടയിൽ പ്ലസ് ആണ്, പക്ഷേ എക്സ് സ്ക്വയറിൻ്റെയും വൈ സ്ക്വയറിൻ്റെയും കോഎഫിഷ്യൻറ്റ് ഡിഫറൻ്റ് ആണ്. ഇവിടെ നോക്കിയേ, ഇവിടെ എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ് 1ഉം പക്ഷേ വൈൻ്റെ കോഎഫിഷ്യൻറ്റ് 3ഉമാണ്. അങ്ങനെ കോഎഫിഷ്യൻറ്റ് ഡിഫറൻ്റ് ആണ്, അവരെ തമ്മിൽ എന്താണ് പ്ലസ് ആണ്, അവരുടെ തമ്മിൽ ഇടയിൽ പ്ലസ് ആണ്. പക്ഷേ കോഎഫിഷ്യൻറ്റ് ഡിഫറൻ്റ് ആണെങ്കിൽ അത് എലിപ്സ് ആണ്. എല്ലാവരും പഠിച്ചോളൂ, എലിപ്സ് ആണ്. എന്താണ് എലിപ്സ്? എവിടെയാണ് എലിപ്സ് തന്നിരിക്കുന്നത്? യെസ്, എലിപ്സ്. എലിപ്സ് ക്ലിയർ? ഇനിയും എക്സ് സ്ക്വയറിൻ്റെയും വൈ സ്ക്വയറിൻ്റെയും ഇടയിൽ പ്ലസ് ആണ്, അതിൻ്റെ കോഎഫിഷ്യൻറ്റുകൾ ഈക്വൽ ആണ്. കണ്ടോ, എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ് 2, വൈ സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻറ്റ് 2. അപ്പോൾ കോഎഫിഷ്യൻറ്റുകൾ സെയിം ആണ്, നടുവിൽ പ്ലസ് ആണെങ്കിൽ അത് ആരുമല്ല മക്കളെ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയുള്ള ഷേപ്പ് സർക്കിളാണ്, സർക്കിൾ. ഇനിയും ലാസ്റ്റ്, എക്സ് സ്ക്വയറും മാത്രമേ ഉള്ളൂ, വൈ സ്ക്വയർ ഇല്ല. വൈ സ്ക്വയർ ഇല്ലെങ്കിൽ അത് ആരായിരിക്കും മക്കളെ? പാരാബോള ആയിരിക്കും. ആരായിരിക്കും? തീർച്ചയായിട്ടും അത് പാരാബോള ആയിരിക്കും. പാരാബോള നോക്കുക, നേരെ നമ്മുടെ പാരാബോള. ഈ ഒരു ചോദ്യം മനസ്സിലായോ? ഓക്കെ ആണല്ലോ? യെസ്.